ഇത് എത്ര നിങ്ങൾ വില പറഞ്ഞു? 70 ഉറുപ്പ്യ ചോദിക്കുന്നുണ്ട്. കൊടുക്കും. 68 കിട്ടിയാലും കൊടുക്കും. ആ തന്നെ. ഇത് എത്ര ചോദിക്കണത്? ഒരു 38 കിട്ടി കൊടുക്കുവോ? 38 കിട്ടിയാല് കൊടുക്കും പറയുന്നത്. അപ്പൊ അതാ വാങ്ങിച്ച് കൊണ്ടുപോകുന്നുണ്ട് അവിടെ. ഇവിടെ അവർക്ക് സൈതലവിക ഉണ്ട്. സൈതലവിക ഇതെന്താ പറഞ്ഞത്? എത്ര ലാസ്റ്റ് ഒരു 47 പറഞ്ഞിട്ടുണ്ട്. പോത്ത് എന്ന് പറഞ്ഞാൽ പോത്ത് തന്നെയാണ്. നിങ്ങൾ എത്ര കൊടുക്കുന്നുണ്ട്? ഇനിയിപ്പോ ഒന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കച്ചവടമായി. ബാക്കിയൊക്കെ വിറ്റ്. അത് എന്താ പറഞ്ഞേ? 80 ഉറുപ്പ്യ. അത് 80 ഉറുപ്പ്യാണ്. ഒരു 77 നടക്കുവോ? കുറച്ച് കൊടുക്കും. എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ കാക്കഞ്ചേരി കന്നുകാലി ചന്തയിലാണ്. ഇവിടെ കന്നുകാലി ചന്ത മാത്രമല്ല, ആടുണ്ട്, അതേപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഉള്ള ഒരു ചന്തയാണ്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസാണ് ഇവിടെ ഉള്ളത്, എല്ലാ കാര്യങ്ങളും, കന്നുകളുടെ വില കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ ചന്തകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. നമ്മളെ കാക്കഞ്ചേരി ചന്ത ഇപ്പോൾ റോഡ് പണി നടക്കുന്നത് കാരണം ഇപ്പോൾ ഹൈവേയുടെ ഒരു സൈഡിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ തന്നെ കോഴി, താറാവ്, എല്ലാ ഐറ്റംസും ഈ ചന്തയിലുണ്ട്. ഇപ്പോൾ താറാവുണ്ട്, ഗിനിയുണ്ട്, കോഴിയുണ്ട്, ഈ ഐറ്റംസുകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ചെടികളാണ്, നമ്മളെ ചെടികൾ. ഇപ്പോൾ ഇതാ ഒരു പോത്തിനെ വണ്ടികൾ ചന്തയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സെക്ഷനിലും കോഴികളാണ്. ഈ ഒരു സെക്ഷനിലും പിന്നെ അവിടെ കുറച്ച് ആടിനെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിക്കാം. കോഴിയാ? കരിങ്കോഴി എങ്ങനെ വില? കരിങ്കോഴി 325 ഒറിജിനല് ഒറിജിനൽ കരിങ്കോഴി 325 325 രൂപ. രണ്ടെണ്ണത്തിന് 325 രൂപ. നിങ്ങളിവിടെ എല്ലാ ആഴ്ചയിലും ഉണ്ടാവുമോ? എല്ലാ ആഴ്ചയിലും ഇവിടെ ഉണ്ടാവും. ഇത് കുറച്ച് ചെറുതായിട്ട് 325 രൂപയ്ക്ക് രണ്ടെണ്ണം കിട്ടും. ഒറിജിനൽ ഇക്ക ഗ്യാരണ്ടി പറയുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ ചന്തയിൽ സാധനങ്ങൾ എടുക്കാൻ വന്ന ആൾക്കാരാ. കോഴി വാങ്ങാൻ വാങ്ങി. ഇവിടെ ആടിനായിട്ടൊരു ഇക്ക നിൽക്കുന്നുണ്ട്. 4 ആടുണ്ട് അല്ലേ? 4 ആട് വന്നിട്ടുണ്ട്. അവിടെ കൊറ്റനാട് ഉണ്ട്. ഇത് ഏകദേശം കച്ചവടമായതാ. നിങ്ങളെ പേരെന്താണ്? മൊയ്തീനിക്ക. ഇന്നിപ്പോൾ ഒരേ ആടിനെ കൊടുക്കുന്നുണ്ട്. അതുണ്ടല്ലേ. ഇത് എത്ര രൂപ നിങ്ങൾ വില പറഞ്ഞേ? 10 രൂപ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര രൂപ കിട്ടും എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ അവിടെ പയ്യതാ പോണു. പിന്നെ അവിടെ ഉണക്കമീൻ്റെ സ്റ്റാളുണ്ട്. പിന്നെ ഡ്രസ്സുകൾ, നാടൻ കറിക്കത്തി, നമ്മളെ ആയുധങ്ങൾ, സംഭവങ്ങൾ, കൃഷി ആയുധങ്ങൾ. ഈ ഒരു സെക്ഷനിൽ വിത്തുകളാണ്. അപ്പോൾ സാധനത്തിന് വാങ്ങി കയറ്റി കൊണ്ടുപോകണം. അപ്പോൾ ഇവിടുന്ന് അപ്പോൾ നേരെ നമുക്ക് കന്നുകാലിക്ക് കയറാം. ഇവിടെയും കൃഷിക്ക് ആവശ്യമായ സംഗതികൾ. ഇവിടെയും കോഴികളുണ്ട് കേട്ടോ. കോഴിയൊക്കെ എങ്ങനെയാ വില? ഇതേതാ കോഴി? ഇത്
നാടൻ നാടനൊക്കെ എന്താ 400 ഉറുപ്പ്യ രണ്ടെണ്ണം. താറാവ് 420. കോഴിക്കുട്ടികളുണ്ടല്ലോ അല്ലേ? അതെങ്ങനെ വില? അത് ഏതാ? ലഗോൺ കോഴി 10 ഉറുപ്പ്യ. ഇപ്പോൾ ഇതൊക്കെ വാങ്ങിച്ച് കിട്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ മുട്ടൻ പിന്നെ അവിടെ ഒരു പശുവിനെ വാങ്ങിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ചന്ത വരുന്നത്. ഇതിൽ 3 ആടുണ്ട്, അവിടെ 2 പോത്ത്. അവിടെയാണ് നമ്മളെ ചന്ത വരുന്നത്. ചന്തയിലോട്ട് നമുക്ക് ഇറങ്ങി നോക്കാം. ഇവിടെ ഇപ്പോൾ ചന്തയിലെ ആൾക്കാർ ചായ കുടിക്കുന്നു. എന്തായാലും നമുക്കൊരു ചായ കുടിച്ചിട്ട് തുടങ്ങാം. ഇത് നമ്മളെ ചായക്കാരനാണ്. നിങ്ങളിവിടെ എല്ലാ ആഴ്ചയിലും ഉണ്ടാവുമോ? എല്ലാ ആഴ്ചയിലും ഉണ്ടാവും. ചായയും കടിയില്ലേ? ഇന്നിപ്പോൾ എന്താ കൊടുക്കുന്നത്? പഴംപൊരിയാണ് ഇപ്പോൾ ഉള്ളത്. ബ്രെഡ് പൊരിച്ചത് സാധനങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പഴംപൊരി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചായ കടിക്കാം നമുക്ക്. ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഇവിടെ നിന്നാണ് തുടങ്ങുകയാണ് നമ്മളെ ചന്ത. ഇതൊക്കെ ഇപ്പോൾ വാങ്ങിച്ച് കെട്ടിയിട്ടുള്ളതാണ്. ഇതൊക്കെ നമ്മളെ ഈ ചന്തയിൽ ഏറ്റവും കൂടുതൽ പോത്തുകളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. പോത്തുകളുടെ മെയിൻ ചന്തയാണ്. ഇവിടെ 2 കുട്ടികളുണ്ട്. അതെങ്ങനെയാണ് വില പറഞ്ഞത്? നിങ്ങൾ രണ്ടെണ്ണം അറിയാം. അവിടെയുണ്ട് 60. ഇവിടെ 2 ചെപ്പുണ്ടി അമ്മ തെങ്ങിണ്ടി. ഇതൊക്കെ എങ്ങനെ നിങ്ങൾ വില പറഞ്ഞത്? ഇതൊക്കെ ഞങ്ങൾ 22-23 ഒക്കെ പറയുന്നത്. 22-23 ഉറുപ്പ്യ പറയുന്നുണ്ട്. ഈ ഒരു സൈസൊക്കെ ആദായത്തിനാണ്. അതൊക്കെ 14-15 അല്ലേ? ആ റേഞ്ച്. ആ എൻഡിലുള്ള 55. റേറ്റ് കുറവാണ്. ഇവിടെ പോത്താണ് ഏറ്റവും കൂടുതലല്ലേ? പോത്തുകളെ ഏറ്റവും കൂടുതലുള്ള ചന്തയാണ്. പോത്തല്ലാത്ത സാധനം ഇവിടെ പോലത്തെ ശവം ഈ പൈക്കളുണ്ട്. പൈക്കളും പോത്തും. നിങ്ങളിതിപ്പോ കൊടുത്താണ്? ഇതെന്താ പറഞ്ഞ വില? വേറെ ആളുടെയാണ്. അതാ മൂപ്പറാണ്. അങ്ങനല്ല പേര് കച്ചവടത്തിന് കൊഴഞ്ഞിട്ടിരിക്കുകയാണ്. കൊഴഞ്ഞിരിക്കുകയാണ്. പറഞ്ഞു നിങ്ങളെ പേരെന്താണ്? അബ്ദുറഹ്മാൻ കൊടുത്തിട്ടുള്ളതാണ്. ഇതിപ്പോ എങ്ങനെ വില പറഞ്ഞത്? വില പറഞ്ഞു കൊടുക്കി 7,000 ചോദിക്കണെന്ന് പറയും. അപ്പൊ ഇക്ക കൊടുത്തിട്ടുള്ള ഇക്കക്ക് ക്യാമറ മുന്നിൽ ചെറിയൊരു നാളുണ്ട്. 60,000 ഉറുപ്പ്യ ചോദിക്കുന്നുണ്ട് അല്ലേ? എന്തായാലും ഉഷാറായി അടുത്തേക്ക് കിട്ടുകയാണെന്ന് കൊടുക്കും. എല്ലാ ആഴ്ചയിലും വരും ഇവിടെ? എല്ലാ ആഴ്ചയിലും ഇവിടെ വരുന്ന പറഞ്ഞു. ഇവിടെ പോത്തുകളായിട്ടാണ് മിനിമം മാക്സിമം വരുന്നല്ലേ? പോത്ത് വാങ്ങും ചെയ്യും. അപ്പൊ പോത്തുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മളെ ചന്തയിലുള്ളത്. ഇവിടെ ഇതിലും വലിയ പോത്തുകളുണ്ട്. ഇവിടെയും വലിയ പോത്തുകളുണ്ട്. ഇത് അഫ്സൽക്ക് ഇവിടുന്ന് ഡ്രൈവറാ? കന്നുകൾ കൊണ്ടുവന്നാണ്? ചെറുവണ്ടിയാണ്. എത്ര ദൂരം വരെ നിങ്ങൾ കൊണ്ടുപോകും ഇവിടുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ? കേരളത്തിൽ മൊത്തം എത്തിച്ചു കൊടുക്കും? ഗുഡ്സ് ചെറുവണ്ടിയാണ്. അപ്പൊ ഇവിടെ എടുത്ത് മലപ്പുറം ജില്ലയിൽ എവിടെയാണെങ്കിലും എത്തിച്ചു കൊടുക്കും. എത്തിച്ചു കൊടുക്കും.
പിന്നെ അതന്നെ പോത്തിന് വാങ്ങിയ വണ്ടി ചാർജ് വെറുതെ കിട്ടും അല്ലേ? 6 കിലോമീറ്റർ മതി എനിക്ക്. ഇയാൾക്ക് 35 കിലോമീറ്റർ അതാണ് കൊടുക്കും. ഇതാണ്. ഇവിടെ 6 കിലോമീറ്റർ മതി. കാക്കഞ്ചേരിന്റെ പഠിക്കട്ടെ 6 കിലോമീറ്റർ. പിന്നെ ഇതൊക്കെ വന്ന പോത്തുംകുട്ടികളാണ് ഇവിടെ. പോത്തുംകുട്ടികൾ ഇവിടെ ഒരു വലിയൊരു പോത്ത് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെയും പോത്തുകൾ മാക്സിമം പോത്തുകൾ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ചോട്ടു നമ്മളെ കാക്കഞ്ചേരി ചന്തയിലുണ്ട് കേട്ടോ. ചോട്ടു कितने रुपए? 37. लास्ट कितने 35 में मिलेगा? 30. और बड़ा वाला कितना है? बड़ा वाला मेरा नहीं, ये मेरा है। हाँ आपका नहीं है ये वाला उधर पीछे ये वाला 35 में मिलेगा. ഇത് അത്യാവശ്യം വലിയ പോത്തുകളാണ്. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇതാരെയെന്നറിയില്ല. പിന്നെ ഇവിടെ വലിയ കാളകൾ വന്നിട്ടുണ്ട്. നമ്മളെ ഓൺ ഗോളിൽ പെട്ടുള്ള കാളകൾ, പിന്നെ പോത്ത്, പിന്നെ അവിടെ കുറച്ച് പശുക്കളെ സെക്ഷൻ നമുക്ക് അവിടെ പോയി നോക്കാം. കുറച്ച് പശുക്കൾ മാത്രമേ നമ്മളെ ചന്തയിൽ വരാറുള്ളൂ. എൻ്റെ ആൾക്കാരിവിടെ കാണാനില്ല. അതാണ് നമ്മളെ പഴയ ചന്ത, കാക്കഞ്ചേരി ചന്ത. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ റോഡ് പണിയായ കാരണം നമ്മളിപ്പോൾ ഇങ്ങോട്ട് മാറ്റിയതാണ്. ആ എൻഡിൽ മൂരിക്കുട്ടികളുണ്ട്. പോത്തളാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾ കൊടുന്നാ? ഇതൊക്കെ എങ്ങനെയാണ് വില പറഞ്ഞത്? ഇതൊക്കെ 39-40 വലിപ്പത്തിനനുസരിച്ചാണ്. എല്ലാ ആഴ്ചയിലും വരുമോ? എല്ലാ ആഴ്ചയിലും വരുന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ ഒക്കെ കൊടുന്ന പോത്തുകളാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. ഇനിയിപ്പോൾ ആ ഒരു സെക്ഷനിലും അത്യാവശ്യത്തിന് പൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചന്തയിൽ ഭയങ്കര വെയിലാണ്. എല്ലാവരും കുട ചൂടിയിട്ടാണ് നിൽക്കുന്നത്. പോത്തിനെ സെലക്ട് ചെയ്ത് വാങ്ങിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ ധൈര്യമായിട്ട് ഇവിടെ വരാം. പല വലിപ്പത്തിലും പല സൈസിലും ഉള്ള പോത്തുകളുണ്ട്. ഇവിടെ വന്ന കാളകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ ഒരു സെക്ഷനിൽ പോത്തുണ്ട്. പോത്ത് ഇതൊക്കെ എങ്ങനെ കാളകളൊക്കെ എങ്ങനെ വില? കാളകളൊക്കെ 65-70 ആ റേറ്റൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാ ആഴ്ചയിലും ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ ഒരു പോത്തുകുട്ടികളെ കൊണ്ടിട്ടുണ്ട്. നിങ്ങളെ പേരെന്താണ്? സെയിം പോത്തുകുട്ടികളായിട്ട് വന്നാ? വിലകളുടെ വില കറക്റ്റ് അറിയില്ല. ഇതിവിടെ വന്നിട്ടുള്ള നല്ല അടിപൊളി പോത്താണ്. പോത്തിൻ്റെ മേത്ത് നരമ്പുകൾ കാണാനുണ്ട്. അല്ലേ, രോമൊക്കെ വെട്ടി ഉഷാറാക്കി. ഇതെങ്ങനെയാ വില പറഞ്ഞേക്കാ? ഇത് ഈ വലുത് ആ അവിടെ നിങ്ങളെ കയ്യിലുള്ള അതെന്താ? 85. ഇതോ 85. 85 വില പറഞ്ഞു. ആ പാകത്തിന് എന്തെങ്കിലും വാങ്ങിക്കാൻ വരുന്നതാണെങ്കിൽ വില കുറച്ച് കൊടുക്കും. ആ നമുക്ക് ഈ ഒരു പോത്തുകൾ ഇവിടെ വന്ന പോത്തുകളാണ്. പോത്തുകൾ എല്ലായിടത്തും പോയാലും പോത്തുകളാണ് കാണുന്നത്. ഇവിടെ രണ്ട് വലിയ അടിപൊളി പോത്തിനെ പിടിച്ച് ഒരാൾ നിൽക്കുന്നുണ്ട്. മലയാളി? ഹിന്ദി വാല? ഹിന്ദിക്കാരനാണ്. കിतने रुपए? മാലൂം നെയ്യ മാലിക് ഇതറ. അപ്പോൾ ഇത് പണിക്കാരനാണ്. കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി സാധനമാണ്. ഈ രണ്ടെണ്ണത്തിന് എത്ര രൂപ കിട്ടും എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മൊത്തം പോത്തുകളാണ് നമ്മളെ ചന്തയിൽ.
ഇതൊക്കെ എടുത്ത് വളർത്താൻ പറ്റിയ പോത്തുകളാണ് ഇപ്പോൾ ഇതൊക്കെ വന്നിട്ടുള്ളത്. ഇവിടെ 2 പോത്തും കുറച്ച് മൂരിക്കുട്ടികളെയും കൊടുത്തിട്ടുണ്ട്. കാരണം പേരെങ്ങനെയാ? എങ്ങനെ മൂരിക്കുട്ടികളൊക്കെ എങ്ങനെ വില പറഞ്ഞത്? അതൊക്കെ അതാ മൂരികള് 16 റുപ്യ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ 2 പോത്തൊക്കെയോ 25 റുപ്യ അല്ലേ? 50 റുപ്യ ഇട്ട് കഴിഞ്ഞാൽ ഈ 2 കൊടുക്കും. നിങ്ങൾ എല്ലാ ആഴ്ചയിലും കൊണ്ടുവരുന്നുണ്ടോ ഇവിടെ? എല്ലാ ആഴ്ചയിലും ഉണ്ടാവും. ഇവിടെ എത്ര മണിക്കാണ് ചന്ത തുടങ്ങുക? 6 മണിക്ക് തുടങ്ങും. എത്ര മണി വരെ ഉണ്ടാവും? 2:30-3 മണി വരെ ഏകദേശം ഉണ്ടാവില്ല. ഏകദേശം ഒരു 2:30-3 മണി വരെ ഉണ്ടാവും ഇവിടെ. നിങ്ങളെ പേരെന്താണ്? കന്ന് മേടിക്കാൻ വിൽക്കാൻ എടുക്കുക മറച്ചു വെക്കുക അതാണ് എല്ലാ പരിപാടിയും ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ പോത്താണ് അല്ലേ? പോത്തിനാണ് മെയിൻ ആയിട്ടല്ലേ? പോത്താണ് ഏറ്റവും കൂടുതൽ. കാളയ്ക്ക് പോത്താണ്, പോത്തിനാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ പോത്തും കുട്ടികളാണ്. നിങ്ങളെ പേരെന്താണ്? അബ്ദുൽ കരീംക്ക്. അപ്പോൾ 5 എണ്ണത്തിന് കൊടുക്കുന്നുണ്ട്. എങ്ങനെ വില പറഞ്ഞു നിങ്ങൾ? ചെറിയ പൈസക്ക് ഉണ്ടാവാല്ലേ? ചെറിയ പൈസക്കാണ് വലിയ സാധനം കൊടുക്കണേ. അതാണ് ഞാൻ പറഞ്ഞതിനാണെങ്കിലും കൊണ്ടേ അതിനാണെങ്കിൽ 500 രൂപ വേണ്ട. അപ്പോൾ നമ്മൾ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്ര നേരം കണ്ടത് നമ്മളെ കാക്കഞ്ചേരി ചന്തയാണ്. മലപ്പുറം ജില്ലയിലാണ്. നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്തുള്ള കാക്കഞ്ചേരി എന്ന സ്ഥലത്താണ്. ഹൈവേയിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ചന്ത നടക്കുന്നത്. അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയാണ് ചന്ത ഉള്ളത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.